ഈ സ്വിഫ്റ്റിൻ്റെ മൈലേജ് 32 കിലോമീറ്ററാണ്. എങ്ങനെയാണെന്നല്ലേ, ഇത് നോർമൽ സ്വിഫ്റ്റ് അല്ല, സ്വിഫ്റ്റിൻ്റെ CNG വേർഷനാണ്. അതുകൊണ്ട് തന്നെ 32 കിലോമീറ്റർ മൈലേജാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇതാണ് CNGയുടെ ടാങ്ക് വരുന്നത്. CNG ലിറ്ററിലല്ല, കിലോയിലാണ് റെഫർ ചെയ്യുന്നത്. 7 കിലോയുടെ ഒരു ടാങ്കാണ്. ഒരു ഫുൾ ടാങ്കിൽ ഏകദേശം 250 മുതൽ 300 കിലോമീറ്റർ വരെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ബൂട്ട് സ്പേസിൽ കുറച്ച് സ്പേസിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും 2-3 ബാഗ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയയായി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽ നമുക്ക് വരുന്നില്ല, അതിന് പകരം പങ്ക്ചർ കിറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പെയിൻറ്റഡ് അലോയ് വരുന്നുണ്ട്, റിക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിന് മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും CNG വേർഷനിലേക്ക് വന്നിട്ടില്ല. ഫോഗ് ലാമ്പ് ലഭിക്കുന്നില്ല, എന്നാൽ DRLസോട് കൂടിയിട്ടുള്ള ഒരു LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രിഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫുൾ ആ ഒരു 9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ അല്ല വരുന്നത്, 7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ വയർലെസ് ആയി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നില്ല, സെൻസേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് മീറ്റർ കൺസോൾ വരുന്നത്. ഈ മീറ്റർ കൺസോളിൽ നമുക്കറിയാം 2 ഫ്യൂവൽ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പെട്രോളിൻ്റെയും ഒന്ന് CNGയുടെയും. സോ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് CNGയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും.